ദൈവ പൈതലെ, വചനം വ്യക്തതയോടെ വിളിച്ചു പറയുന്നു. കൂടാരം വിട്ടു പിരിയാതെ ഇരുന്ന ജോഷുവ മോശയ്ക്ക് ശേഷം അടുത്ത നായക സ്ഥാനത്തേക്ക് പ്രവേശിച്ചു. എന്താ ഇവിടെ സംഭവിക്കുന്നത്? കുലമഹിമയില്ല, പാരമ്പര്യമില്ല, മറ്റ് യാതൊരു ക്വാളിറ്റിയും ജോഷുവയ്ക്ക് പറയാനില്ല. പക്ഷേ ദൈവ സാന്നിധ്യത്തെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞ മനുഷ്യൻ കൂടാരത്തെ വിട്ടുപിരിയാതെ ദൈവത്തോട് ചേർന്ന്, ദൈവത്തിന്റെ അഭിഷിക്തനോട് ചേർന്ന് നിന്ന ആ കാലഘട്ടത്തിനകത്ത് അടുത്ത പാരമ്പര്യ പ്രകാരം അടുത്ത കുലത്തിലേക്ക് നായകസ്ഥാനം കൈമാറാനുള്ള സ്ഥലത്ത് ദൈവം പറഞ്ഞു, ആ ജോഷുവയെ നീ തിരഞ്ഞെടുക്കാൻ. പിന്നീട് സംഭവിച്ചത് അസാധാരണമായ കാര്യങ്ങളാണ്. ഈ മനുഷ്യൻ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ നടുവിൽ മുമ്പോട്ട് യാത്ര ചെയ്ത് ഏറ്റവും ശ്രേഷ്ഠമായി പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് ഒരു വലിയ കൂട്ടം ജനതയെ എത്തിക്കുവാൻ നായകസ്ഥാനത്ത് നിലനിന്നു. പ്രിയരെ, അങ്ങനെയാണെങ്കിൽ ഈ നാളുകളിൽ കുലമഹിമയോ കുടുംബമഹിമയോ പാരമ്പര്യമോ മറ്റ് യാതൊരു കാര്യാദികളും ഇല്ലാതെ ഇരിക്കെ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ നടുവിൽ കുഞ്ഞെ നീ മുമ്പോട്ട് കയറി നിൽക്കാൻ തയ്യാറാകുന്നു എങ്കിൽ, നീ ഒറ്റപ്പെട്ടു പോയതും മറ്റുള്ളവരുടെ മുമ്പിൽ സങ്കടപ്പെട്ടിരുന്നതും ഒരു റൂമിൽ ഇരുട്ടിന്റെ മറവിൽ മാറിയിരുന്ന് കരഞ്ഞതും എല്ലാം കണ്ട ആ നല്ല കർത്താവ് നിന്നെ എത്തിക്കേണ്ടുന്ന വാക്തത്വ മണ്ണിൽ എത്തിക്കുമെന്ന് ഈ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ കൈമാറുകയാ. പലരും പറയും, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്റെ കരത്തിലൊന്ന് പിടിക്കാൻ, എന്നെ സഹായിച്ച് മുമ്പോട്ടൊന്ന് തള്ളിവിടാൻ ആരുമില്ല. പക്ഷെ ഈ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് കർത്തന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്നു എങ്കിൽ നിന്നെ ഓർക്കുവാൻ വേണ്ടി സർവശക്തൻ ഇറങ്ങി വരും. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റെയാ. അതുകൊണ്ട് കർത്തൻ ചില വ്യക്തിത്വങ്ങളെ നിന്റെ അരികിലേക്ക് പറഞ്ഞു വിടുവാൻ ഇടയാകും. പൗലോസിന് അനന്യാസിനെ അറിയത്തില്ല, എന്നാൽ പ്രാർത്ഥിക്കുന്ന അനന്യാസിന്റെ അരികിലേക്ക് കർത്തൻ ഇറങ്ങിച്ചെന്നിട്ട് പറയുകയാണ്, പൗലോസ് ഇന്ന അഡ്രസ്സിൽ താമസിക്കുന്നു, അവന് വേണ്ടി നീ പോയി കരം വെച്ച് പ്രാർത്ഥിക്കുക. പിന്നീട് പൗലോസ് കർത്താവിന് വേണ്ടി അസാധാരണമായ ജൈത്രയാത്ര ആരംഭിച്ചു എങ്കിൽ അതിന്റെ പുറകിൽ ചലിച്ച ദൈവത്തിന്റെ കരം, കരയുന്ന മാതാവേ പിതാവേ, നിന്റെയും കുടുംബത്തിലേക്ക് ഇറങ്ങി വരുവാൻ ശക്തനല്ലേ? അതുകൊണ്ട് ഈ വചനത്തെ വിശ്വസിച്ചിട്ട് പറ, എന്റെ കർത്താവ് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ തലമുറകളെയും മാനിക്കാനുള്ള ദിവസങ്ങളാണ് ഈ വരുന്ന മണിക്കൂറുകളിൽ കടന്നു വരുന്നത്. ഞാൻ പ്രതീക്ഷിക്കാത്ത വഴികൾ എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് തുറക്കാൻ പോകുകയാ. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല എന്ന് വെളിപ്പാട് പുസ്തകം 3:8 പറയുന്നു എങ്കിൽ, സംവത്സരങ്ങളെ നന്മ കൊണ്ട് അലങ്കരിക്കുമെന്ന് സങ്കീർത്തനം 65:11 പറയുന്നു എങ്കിൽ, വചനത്തെ നീ പ്രഖ്യാപിക്കുന്നതിനെ അനുസരിച്ച്, ഈ വചനത്തെ ചോർത്ത് പിടിക്കുന്നതിനെ അനുസരിച്ച്, വിശ്വസിക്കുന്നതിനെ അനുസരിച്ച് ആ കർത്താവ് നിന്റെ കുടുംബത്തിനകത്തിലേക്ക് ഇറങ്ങി വരും. നമ്മുടെ നാട്ടിൽ നാം പലപ്പോഴും കണ്ടിട്ടില്ലേ, പ്ലാസ്റ്റർ പാരിസ് കൊണ്ട് പല വിഗ്രഹങ്ങൾ ഉണ്ടാക്കി പല വർണ്ണ കളറുകൾ കൊടുത്ത് റോഡരികിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അതുപോലെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി തോൾ ചുമടിനകത്തിൽ കൊണ്ടു നടന്ന് വിറ്റുകൊണ്ടിരുന്ന അബ്രഹാം എന്ന് പറയുന്ന വ്യക്തിത്വത്തെ വിളിച്ച് വേർതിരിച്ച് വിശ്വാസികളുടെ പിതാവാക്കി മാറ്റി, ബഹുസമ്പന്നനാക്കി മാറ്റി. അബ്രഹാം കടന്നു വരുമ്പോൾ മറ്റ് അനേക ദേശക്കാർക്ക് അബ്രഹാമിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തതുപോലെ ബഹുസമ്പന്ന പദവിയിലേക്ക് കൊണ്ടുവന്ന ആ നല്ല കർത്താവിന് ഇന്ന് നീ കരയുന്ന വിഷയത്തിന്റെ മേൽ, ഇന്ന് നീ വല്ലാണ്ട് വേദനപ്പെടുന്ന ആ സങ്കടത്തിന്റെ മുമ്പിൽ മറുപടി തരുവാൻ ശക്തനല്ലേ? ആ നല്ല കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല എന്നൊന്ന് വിശ്വസിക്കുക. ആ ഒരു തലത്തിൽ നീ മുമ്പോട്ട് യാത്ര ചെയ്യുന്നു എങ്കിൽ, ആ വിശ്വാസത്തിന്റെ തലം നിന്റെ ജീവിതത്തിന്റെ മേൽ ചലിക്കപ്പെടുന്നു എങ്കിൽ, വ്യക്തമായി വചനത്തെ വിശ്വസിച്ച് പ്രഖ്യാപിക്കുക, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമെന്ന് അത് അടിയുറച്ച് വിശ്വസിക്കുക. അസാധാരണമായ ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിന്റെ മേൽ ഇന്നു മുതൽ ആരംഭിക്കട്ടെ. തുള്ളരും പച്ചപ്പുഴുവും വിട്ടിലും തിന്നു കളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരമായി ആ നല്ല കർത്താവ് വിടുതലുകളും ആ നഷ്ടപ്പെട്ടു പോയ കാലഘട്ടങ്ങളും മടക്കി തരുവാൻ ശക്തനാണ് എന്ന്
മറന്നു പോകരുത്. അടിയുറച്ച് വിശ്വസിക്ക്. ഈ വചനങ്ങളെ കൊണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ ഡെലിവറൻസുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയത്തിന്റെ മേൽ സംഭവിക്കട്ടെ. വചനം ശക്തിയോടെ വിളിച്ചു പറയുന്നു, സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ആരും നിന്നെ സഹായിപ്പാനില്ലായിരിക്കാം. ഒരു മാനുഷിക കരത്തിനും നിന്നെ കൈപിടിച്ച് ഉയർത്താൻ കാണത്തില്ലായിരിക്കാം. പക്ഷേ അദൃശ്യമായ ദൈവത്തിന്റെ കരം ചില വ്യക്തിത്വങ്ങളെ ഈ ദിവസങ്ങളിൽ ടച്ച് ചെയ്യും. അവർ നിന്നെ തേടി കടന്നു വരുവാനിടയാകും. നിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി കർത്തൻ ചില പദ്ധതികൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. വിലപിക്കണ്ട, കരയണ്ട. കർത്താവ് അത്ഭുതകരമായ വിടുതലിനെ കൈമാറും. I bless you in Jesus' name. Amen.